ടോക്ക് ഓഫ് ഡീക്കേഡ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇതൊരു പുതിയ ചാനലാണ്. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഞങ്ങളുടെ ഓരോ കണ്ടൻറ്റും നിങ്ങൾക്ക് ഇഷ്ടമാണെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്യുക. 2015 നടന്ന ഒരു യഥാർത്ഥ സംഭവത്തിലൂടെയാണ് ഈ വീഡിയോയിലൂടെ ഞാൻ നിങ്ങളെ കൊണ്ടുപോകുന്നത്. ഞങ്ങളുടെ സബ്സ്ക്രൈബറായ ജോണിൻ്റെ അനുഭവം നിങ്ങളുമായി ഷെയർ ചെയ്യുകയാണ്. ഈ വീട്ടിൽ തന്നോടൊപ്പം താമസിക്കുന്ന ആത്മാവിനെക്കുറിച്ച് ജോൺ പീറ്ററിനോട് ഒന്നും തന്നെ പറഞ്ഞില്ല. അഥവാ പറഞ്ഞു കഴിഞ്ഞാൽ പീറ്റർ ഇവിടെ താമസിക്കില്ല എന്ന് ജോണിനറിയാം. ജോണിന് അല്പം ധൈര്യം കിട്ടി. എന്തു വന്നാലും രണ്ടുപേരും കൂടി നേരിടാലോ. പുതിയൊരു വീട് സംഘടിപ്പിച്ച് ഉടനെ അങ്ങോട്ട് താമസം മാറാം. അത് കഴിഞ്ഞ് ഈ വിഷയത്തെക്കുറിച്ച് അവനോട് പറഞ്ഞാൽ മതിയല്ലോ. എന്നാൽ 2 നാൾ വലിയ കുഴപ്പമില്ലാതെ പോയി. ആത്മാവിൻ്റെ ഒരു ശല്യവും ഉണ്ടായില്ല. നന്നായി ഉറക്കവും കിട്ടി. അതിനിടയിൽ പീറ്റർ ഇൻ്റർവ്യൂവിന് പോയി ജോലി കിട്ടുന്നു. ജോലി കിട്ടിയ പീറ്ററോട് ജോൺ പറയുന്നു, നീ വേറെ വീട് നോക്കണ്ട. വീട് കിട്ടാൻ അല്പം പാടാണ് ഇവിടെ. അതുകൊണ്ട് നമുക്ക് ഒരുമിച്ച് താമസിക്കാം. വാടക ഷെയർ ചെയ്താൽ മതിയല്ലോ. അത് പീറ്ററിന് സമ്മതമായിരുന്നു. അങ്ങനെ ഒരു 20 ദിവസം കടന്നുപോയി. ഒരു പ്രശ്നവും ഉണ്ടായില്ല. അപ്പോൾ ജോണിന് മനസ്സിലായി, താൻ തനിച്ചാകുമ്പോൾ മാത്രമാണ് ഈ പ്രശ്നം. ഞങ്ങൾ 2 പേരും ഉണ്ടാകുമ്പോൾ ആത്മാവ് ശല്യപ്പെടുത്തുന്നില്ല. അങ്ങനെ ഒരു ദിവസം ജോണും പീറ്ററും കൂടി ഒരു 7 മണിയോടുകൂടി വീട്ടിലെത്തും. ബൈക്ക് ഓടിച്ചിരുന്ന ജോൺ പീറ്ററിനെ വീടിൻ്റെ മുൻവശത്തെ ഗേറ്റിൽ ഇറക്കി വിട്ടു. നീ റൂമിലേക്ക് പോ, ഞാൻ പാല് മേടിച്ചിട്ട് വരാം എന്ന് പറഞ്ഞ് ബേക്കറിയിലേക്ക് പോയി. പീറ്റർ മുകളിലേക്ക് പോകുന്ന സമയം തങ്ങളുടെ അയൽവാസിയായ രഘു വീട് കാലിയാക്കുന്നതായി കാണപ്പെടുന്നു. വീട്ടു സാധനങ്ങൾ എല്ലാം ഒരു ടെമ്പോയിൽ കയറ്റുകയാണ് രഘു. എന്തിനാണ് ഇത്രയും പെട്ടെന്ന് നിങ്ങൾ വീട് മാറുന്നത് എന്ന് പീറ്റർ രഘുവിനോട് ചോദിക്കുന്നു. ജീവനിൽ കൊതിയുണ്ടെങ്കിൽ നിങ്ങളും എത്രയും പെട്ടെന്ന് ഇവിടുന്ന് പോയിക്കോ. ഇവിടെ താമസിക്കാൻ യോഗ്യമല്ല എന്ന് പറഞ്ഞുകൊണ്ട് രഘു ഭയന്ന മട്ടിൽ ധൃതിയിൽ സാധനങ്ങൾ വണ്ടിയിൽ കയറ്റുകയാണ്. പീറ്ററിന് ഒന്നും മനസ്സിലായില്ല. ആ സമയം ജോൺ പാലുമായി അങ്ങോട്ട് വരികയാണ്. പീറ്റർ ജോണിനോട് ഇങ്ങനെ ചോദിച്ചു, എന്താ ജോൺ, ഇവിടെ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? രഘു വീടൊക്കെ കളിയാക്കുന്നുണ്ടല്ലോ. അയാൾ എന്നോട് ഇവിടെ താമസിക്കേണ്ട, ഇവിടെ എന്തോ പ്രശ്നങ്ങളൊക്കെ ഉണ്ട് എന്ന് പറയുന്നുണ്ടല്ലോ. എന്താണ് വാസ്തവം? രഘു പറയുകയാണ്, നമ്മൾ ഇവിടെ താമസിക്കുകയാണെങ്കിൽ നമ്മുടെ ജീവന് ആപത്താണ് എന്നൊക്കെ. ഒന്നുമില്ല പീറ്റർ, ആ രഘുവിന് വട്ടാണ് എന്ന് പറഞ്ഞ് ജോൺ പാലുകൊണ്ട് ചായ കാച്ചുവാൻ തുടങ്ങി. അപ്പോൾ പുറത്തുനിന്ന് ഒരു ശബ്ദം കേട്ടു. ശബ്ദം കേട്ട ഭാഗത്തേക്ക് ജോണും പീറ്ററും കൂടി ഓടി. അവിടെ കണ്ട കാഴ്ച വളരെയധികം വേദനാജനകമായിരുന്നു. TV കൊണ്ടുപോയ രഘു സ്റ്റെയർ കേസിൽ നിന്നും താഴെ വീണു രക്തത്തിൽ കുളിച്ചു കിടക്കുന്നു. അയാളുടെ ഭാര്യയും ഓടി വന്ന് നിലവിളിക്കുന്നുണ്ടായിരുന്നു. താഴെ വീണു കിടക്കുന്ന രഘു ടെറസിൻ്റെ മുകളിലേക്ക് ഭയന്ന് വിറച്ച് ചൂണ്ടുന്നുണ്ടായിരുന്നു. എന്തൊക്കെയോ പറയാൻ ശ്രമിക്കുന്നുണ്ട്, എന്നാൽ ശബ്ദം പുറത്തു വരുന്നില്ല. യഥാർത്ഥത്തിൽ വൃദ്ധൻ്റെ പ്രേതം കോടാലി തോളിൽ വെച്ച് ടെറസിന് മുകളിൽ നിൽക്കുന്നുണ്ടായിരുന്നു. അത് കണ്ടുകൊണ്ടാണ് രഘു കണ്ണു തുറച്ച് ഭയന്നിരുന്നത്. ജോൺ ഉടൻ തന്നെ 108 ഫോൺ വിളിച്ച് ആംബുലൻസ് വരുത്തി രഘുവിനെയും ഭാര്യയെയും അതിൽ കയറ്റി ഹോസ്പിറ്റലിലേക്ക് വിടുന്നു. ജോണും പീറ്ററും കൂടി പിന്നാലെ ബൈക്കിൽ അവരെ അനുഗമിച്ചു. രഘുവിനെ ICUവിൽ അഡ്മിറ്റാക്കി. ഭാര്യ അപ്പോഴും നിർത്താതെ കരയുന്നുണ്ടായിരുന്നു. ജോണും പീറ്ററും കൂടി ഒരുവിധം രഘുവിൻ്റെ ഭാര്യയെ സമാധാനിപ്പിച്ചു. അപ്പോഴാണ് രഘുവിൻ്റെ ഭാര്യയിൽ നിന്നും ആ സത്യങ്ങളെല്ലാം അറിയുന്നത്. തലേ ദിവസം രാത്രി 1 മണിയോടടുത്ത് ആ സ്ത്രീയും അവളുടെ ഭർത്താവായ രഘുവും നല്ല ഉറക്കത്തിലായിരുന്നു. അപ്പോൾ ആരോ വന്ന് വാതിലിൽ മുട്ടി. ശക്തിയായ ഇടിയായിരുന്നു. രഘു വാതിൽ വന്ന് തുറന്നപ്പോൾ ജോൺ തോളിൽ കോടാലി വെച്ച് നിൽക്കുന്നു. ആ സമയം രഘു ജോണുമായി വഴക്കിടാൻ തുടങ്ങുന്നു. ജോൺ ആയി വന്ന പ്രേതാത്മാവ് രഘുവിനെ പിടിച്ച് പൊക്കിയെറിയുന്നു. പെട്ടെന്നുള്ള ആക്രമണം കാരണം രഘുവും ഭാര്യയും നിലവിളിക്കുന്നു. ഉടൻ തന്നെ ആ ജോൺ ആയി വന്ന പ്രേതാത്മാവിൻ്റെ രൂപം മാറുന്നു. 9 അടി ഉയരത്തിൽ ഒരു ഭീമാകാരമായ അവസ്ഥയിലായിരുന്നു ആ രൂപം. അതുകൊണ്ടാണ് ഞങ്ങൾ വീട് മാറി പോകാൻ തീരുമാനിച്ചത്. ഇതെല്ലാം കേട്ട് ജോണും പീറ്ററും വല്ലാതെ ഭയന്നിരുന്നു. എത്രയും പെട്ടെന്ന് വേറൊരു വീട് സംഘടിപ്പിക്കണം, മാറണം. അവർ ഭയന്ന് നിറച്ച് വീണ്ടും വീട്ടിൽ തിരിച്ചെത്തി.
അവർക്ക് വേറെ വഴിയില്ലായിരുന്നു. അവർ ഇരുവരും വേറെ വീടിനായുള്ള അന്വേഷണം ആരംഭിച്ചു. അന്ന് രാത്രിയിൽ രണ്ടുപേരും ഉറങ്ങിക്കിടന്ന ശേഷം ആരോ രാത്രിയിൽ റൂമിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്ന ശബ്ദം കേട്ട് ജോൺ ഞെട്ടിയുണർന്നു. അത് പീറ്റർ ആയിരുന്നു. പീറ്ററിൻ്റെ ഭാവവ്യത്യാസത്തിലും എന്തൊക്കെയോ മാറ്റങ്ങൾ ഉള്ളതായി അനുഭവപ്പെടുന്നു. കുറച്ചു കഴിഞ്ഞപ്പോൾ പീറ്ററിൻ്റെ ശരീരം ആകെ വിറക്കാൻ തുടങ്ങി. വായിൽ നിന്നും നുരയും പതയും എല്ലാം വരാൻ തുടങ്ങി. കണ്ണുകൾ മേൽപോട്ട് പോകുന്നു. അവൻ മെല്ലെ സംസാരിക്കാൻ തുടങ്ങി. പക്ഷേ ആ സംസാരത്തിന് പീറ്ററിൻ്റെ ശബ്ദമായിരുന്നില്ല, ഒരു വൃദ്ധൻ്റെ ശബ്ദമായിരുന്നു. ആ സമയം അവന് എന്തൊക്കെയോ സംസാരിക്കുന്നുണ്ട്. പക്ഷേ അത് എന്താണ് എന്ന് ജോണിന് മനസ്സിലായില്ല. എന്ത് ചെയ്യും എന്നറിയാതെ ജോൺ ആകെ പരിഭ്രാന്തനായി. ഒരു 4 മണിയായപ്പോൾ അവൻ നോർമലായി ഉറങ്ങാൻ തുടങ്ങി. പിറ്റേ ദിവസം രാവിലെ 7 മണിയായപ്പോൾ അവൻ ഉണർന്നു. തലേ ദിവസം നടന്ന കാര്യങ്ങളൊന്നും അവന് ഓർമ്മ ഉണ്ടായിരുന്നില്ല. വേറെ ശബ്ദത്തിൽ സംസാരിച്ചതും റൂമിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നതും ഒന്നും അവന് ഓർമ്മയില്ല. ജോൺ പറയുമ്പോഴാണ് പീറ്റർ ഇതെല്ലാം അറിയുന്നത്. അവർ ഒരു കാര്യം മനസ്സിലാക്കി. പകൽ സമയങ്ങളിൽ ആ വീട്ടിൽ പ്രേതാത്മാവിൻ്റെ യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടായിരുന്നില്ല. രാത്രി 7 മണിയാകുമ്പോഴാണ് ഇതെല്ലാം തുടങ്ങുന്നത്. ആ ദിവസം അവർ രണ്ടുപേരും എല്ലായിടത്തും റൂം അന്വേഷിച്ച് നടന്നു. പക്ഷേ എവിടെയും റൂമുകളൊന്നും കാലിയില്ല. അന്നേ ദിവസം രാത്രി ഒരു വ്യത്യസ്തമായ സംഭവം ആ വീട്ടിൽ നടന്നു. രാത്രി ഒരു 2 മണിയായി കാണും. ഡോർ തുറക്കുന്ന ശബ്ദം കേട്ടാണ് ജോൺ എഴുന്നേറ്റത്. തൻ്റെ തൊട്ടപ്പുറത്ത് ബെഡിൽ കിടന്നിരുന്ന പീറ്ററിനെ കാണാനില്ല. അവനായിരിക്കും ഡോർ തുറന്ന് പുറത്തു പോയിരിക്കുന്നത്. പുറത്തു പോയി അന്വേഷിച്ചപ്പോൾ ബാൽക്കണിയിൽ ചുവരിന് അഭിമുഖമായി പീറ്റർ നിൽക്കുന്നു. ആരോടോ സംസാരിക്കുന്നു. പെട്ടെന്ന് ജോൺ പീറ്റർ എന്ന് ഉറക്കി വിളിച്ചു. എന്നാൽ പീറ്റർ തിരിഞ്ഞു നോക്കിയില്ല. ചുമരിൽ നിന്നും ഒരു ഭീകര രൂപം പുറത്തു വരുന്നു. അയാളുടെ കണ്ണുകളിൽ നിന്നും രക്തം ധാരയായി ഒഴുകുന്നു. കൈകളെല്ലാം പൊളിഞ്ഞ് കൈകളിലെ ഞരമ്പുകളെല്ലാം തൂങ്ങിയാടി രക്തം പുറത്തേക്ക് വലിക്കുന്നുണ്ടായിരുന്നു. അതുമാതിരി തന്നെ നെഞ്ചിലെ തൊലിയെല്ലാം പൊളിഞ്ഞ് കുടൽമാലയെല്ലാം പുറത്ത് ചാടി കിടക്കുന്നുണ്ടായിരുന്നു. ആ രൂപം ദേഷ്യത്തിൽ ജോണിനെ നോക്കിക്കൊണ്ട് ജോണിൻ്റെ അടുത്തേക്ക് വരുന്നുണ്ടായിരുന്നു. അയാളുടെ പല്ലുകളെല്ലാം കറ പിടിച്ച് പുറത്തേക്ക് ഉന്തി നിൽക്കുന്നതായി കാണപ്പെട്ടു. ഉടൻ തന്നെ ജോൺ തൻ്റെ അടുത്തുണ്ടായിരുന്ന കുരിശുമാല ആ രൂപത്തിന് നേരെ നീട്ടിപ്പിടിച്ചു. പീറ്ററിനെ അത് അണിയിച്ചു. ആ നിമിഷം ഭീകരമായ ആ ആത്മാവ് ചുമരിലേക്ക് തന്നെ തിരിച്ചുപോയി. പെട്ടെന്ന് പീറ്റർ ബോധം കെട്ട് പിറകോട്ട് മറിഞ്ഞു വീണു. അവനെ എടുത്തുകൊണ്ടുവന്ന് കട്ടിലിൽ കിടത്തി. പീറ്റർ ഒന്നും അറിയാത്തവനെ പോലെ ഉറങ്ങുകയായിരുന്നു. ജോൺ കർത്താവിനെ വിളിച്ച് പ്രാർത്ഥിച്ചു. പിറ്റേ ദിവസം എഴുന്നേറ്റ പീറ്റർ തൻ്റെ കഴുത്തിൽ ജോണിൻ്റെ കുരിശുമാല കിടക്കുന്നത് കണ്ട് ഇന്നലെ രാത്രി എനിക്ക് എന്തെങ്കിലും സംഭവിച്ചോ എന്ന് അന്വേഷിച്ചു. നിനക്ക് ഒന്നും സംഭവിച്ചില്ല, ഒരു സേഫ്റ്റിക്ക് വേണ്ടി നിന്റെ കഴുത്തിൽ അണിഞ്ഞതാണ് എന്ന് പറഞ്ഞുകൊണ്ട് ജോൺ അവനെ സമാധാനിപ്പിച്ചു. അന്ന് രാത്രി മുൻവശത്തെ വാതിൽ പൂട്ടി ഉറങ്ങാതെ കാത്തിരുന്നു. ഒരു 12 മണിയായപ്പോൾ ആരോ വാതിലിൽ ചവിട്ടുന്നു. ജനലിൽ വന്ന് അടിക്കുന്നു. പുറത്തുനിന്നും ഗംഭീരമായ ശബ്ദത്തിൽ എന്തൊക്കെയോ സംസാരിക്കുന്നു. അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുന്ന ശബ്ദവും ചെന്നായ്ക്കളുടെ ഓളിയിടലും എല്ലാമായി ഒരു ഭീകരതയും പ്രകമ്പനങ്ങളും നിറഞ്ഞ രാത്രിയായിരുന്നു. ജോൺ ഉടൻ തന്നെ തൻ്റെ ഫോണെടുത്ത് ഈ സംഭവങ്ങളെല്ലാം ക്യാമറയിൽ റെക്കോർഡ് ചെയ്തു. എന്നിട്ട് അത് ഹൗസ് ഓണർക്ക് അയച്ചു നൽകുന്നു. ഉടൻ തന്നെ ഹൗസ് ഓണറും അവിടെ എത്തുന്നു. രഘു കാലിയായി പോയതും ഹൗസ് ഓണർക്ക് തലവേദനയായിരുന്നു. പ്രേതബാധയുണ്ട് എന്നറിഞ്ഞാൽ ആരും ഈ വീട് വാടകയ്ക്ക് എടുക്കാൻ വരില്ല. അതുകൊണ്ട് എന്തെങ്കിലും ചെയ്തേ പറ്റൂ. എന്ത് ചെലവ് വന്നാലും ഞാൻ നോക്കിക്കോളാം എന്ന് ഹൗസ് ഓണർ പറഞ്ഞു. എന്താണ് ഒരു പോംവഴി എന്നവർ മൂവരും കൂടി ആലോചിക്കുന്നു. പീറ്ററിന് ഒരു ഐഡിയ തോന്നുന്നു. ബാധയെല്ലാം ഒഴിപ്പിക്കുന്ന ആളുകളെക്കുറിച്ച് കേട്ടിട്ടുണ്ട്. അവരെ ഒന്ന് ബന്ധപ്പെട്ടാലോ? ഉടൻ തന്നെ നെറ്റിൽ സെർച്ച് ചെയ്ത് അവരുടെ നമ്പർ സംഘടിപ്പിക്കുന്നു. അവർക്ക് കോൾ ചെയ്ത് സംഭവങ്ങളെല്ലാം അയച്ചു കൊടുക്കുന്നു. പിറ്റേ ദിവസം രാത്രി അവർ എത്തിക്കൊള്ളാമെന്ന് ഉറപ്പു നൽകി. ആ ദിവസം 4 മണിയോടുകൂടി തന്നെ അവർ എത്തി. അവർ 5-6 പേരുണ്ട്. വീട്ടിലെ വിചിത്രമായ സംഭവങ്ങൾ, ശബ്ദങ്ങൾ, സുഗന്ധങ്ങൾ, ചായകൾ എന്നിവയെക്കുറിച്ച് ചിലതൊക്കെ അവർ ശേഖരിക്കുന്നു. EMF ഡിറ്റക്ടർ, ഇൻഫ്രാറെഡ് ക്യാമറകൾ, ഓഡിയോ റെക്കോർഡറുകൾ തുടങ്ങിയ ഉപകരണങ്ങൾ ഉപയോഗിച്ച് ആ വീട്ടിലെ എനർജി പാറ്റേണുകൾ അവർ നിരീക്ഷിക്കുന്നു.
ഓറൽ മാനസിക സംവാദം നടത്തുന്നതിനായി ആത്മാവുമായി സംവദിക്കാൻ അവർ പീറ്ററിനെ ഹിപ്നോട്ടിസം ചെയ്തു. EVP അഥവാ ഇലക്ട്രോണിക് വോയിസ് ഫിനോമെന സ്വരം റെക്കോർഡ് ചെയ്ത് അവയിൽ നിന്ന് ആത്മാവിൻ്റെ സന്ദേശങ്ങൾ കണ്ടെത്താൻ ശ്രമിക്കുകയും ചെയ്യുന്നു. ആത്മാവിൻ്റെ ആവശ്യങ്ങൾ മനസ്സിലാക്കി അത് പരിഹരിക്കാനുള്ള ശ്രമം നടത്തുന്നു. ആത്മാവിൻ്റെ അവസാനിക്കാത്ത കാര്യങ്ങൾ പൂർത്തീകരിച്ച് അവർക്കുള്ള ആഗ്രഹങ്ങൾ തീർക്കാൻ സഹായിക്കുന്നു. ഇതിൽ നിന്നും ചില കാര്യങ്ങൾ അവർ മനസ്സിലാക്കുന്നു. 6 വർഷങ്ങൾക്ക് മുൻപ് ഈ വീട്ടിൽ ജീവിച്ചിരുന്ന ഒരു വൃദ്ധൻ്റെ ആത്മാവാണിത്. വൃദ്ധൻ്റെ ഭാര്യ നേരത്തെ മരിച്ചിരുന്നു. വൃദ്ധന് ഒരു മകനും മകൻ്റെ ഭാര്യയും അതിൽ ഒരു പെൺകൊച്ചും ഉണ്ടായിരുന്നു. മകനും ഭാര്യയും ഒരു ആക്സിഡൻറ്റിൽ മരിച്ചു പോകുന്നു. പിന്നീട് ആ കുഞ്ഞിനെ എടുത്ത് വളർത്തിയത് ഈ വൃദ്ധനായിരുന്നു. ആ കുഞ്ഞിനെ വളരെയധികം വാത്സല്യത്തോടെയാണ് ഈ വൃദ്ധൻ വളർത്തിയിരുന്നത്. എന്നാൽ ഒരു ദിവസം ആ കുഞ്ഞിനെ കാണാതാവുകയായിരുന്നു. ആരാണ് കൊണ്ടുപോയത്, എവിടെയാണ് കുഞ്ഞ് ഉള്ളത് എന്ന് വൃദ്ധൻ എല്ലായിടത്തും അന്വേഷിച്ചു. പോലീസിൽ കംപ്ലൈൻറ്റ് ചെയ്തു. എന്നാൽ അതിനൊന്നും ഒരു ഉത്തരവും വൃദ്ധന് കിട്ടിയിരുന്നില്ല. ഇതിൽ വളരെയധികം വിഷമിച്ച വൃദ്ധൻ സഹായിക്കാനും ആരുമില്ലാതെ പട്ടിണി കിടന്ന് നരകിച്ച് മരിക്കുകയായിരുന്നു. അതിനുശേഷം തൻ്റെ കുഞ്ഞിനെ അന്വേഷിച്ച് എന്നെങ്കിലും ആ കുഞ്ഞ് വരും എന്ന പ്രതീക്ഷയോടെ ഈ വീടിന് കാവലിരിക്കുകയാണ്. ഇപ്പോഴുള്ള ഹൗസ് ഓണറുടെ ഒരു അകന്ന ബന്ധുവാണ് ഈ വൃദ്ധൻ. ഈ വൃദ്ധന് വേറെ ആരും അവകാശികൾ ഇല്ലാത്തതുകൊണ്ട് അയാളുടെ അകന്ന ബന്ധുവായ ഇപ്പോഴുള്ള ഈ ഹൗസ് ഓണർ ഈ സ്വത്തുക്കളെല്ലാം തട്ടിയെടുക്കുകയായിരുന്നു. യഥാർത്ഥത്തിൽ വൃദ്ധൻ്റെ പേരക്കുട്ടിയാണ് ആ സ്വത്തിൻ്റെ അവകാശി. വൃദ്ധൻ്റെ ശാപമോക്ഷത്തിന് വേണ്ടി ആവശ്യമായ പരിശുദ്ധ മണിയടിച്ച് പ്രാർത്ഥനകളും ധൂപവും മറ്റു വിശുദ്ധമായ സാധനങ്ങളും ഉപയോഗിച്ച് വീട്ടിൽ ഒരു പരിശുദ്ധ അന്തരീക്ഷം സൃഷ്ടിക്കുന്നു. വീട്ടിൽ ശാന്തിയും മനസ്സമാധാനവും പുനഃസ്ഥാപിക്കുന്നതിന് വിവിധ മൗലിക പരിപാടികളും പൂജകളും അവർ നടത്തപ്പെടുന്നു. വീട്ടുകാരുടെ സുരക്ഷയ്ക്ക് വേണ്ടി അനുയോജ്യമായ ഉത്തമ പ്രവൃത്തികൾ നിർദ്ദേശിക്കുന്നു. വീട്ടിൽ പുതിയ രീതികൾ ഉണ്ടാക്കുന്നു. സംരക്ഷണ തന്ത്രങ്ങളും മന്ത്രങ്ങളും ഉപയോഗിച്ച് വീട് ബന്ധാവസ്ഥയിലാക്കുന്നു. വീട്ടിൽ താമസിക്കുന്ന ആളുകളുടെ വിശ്വാസപ്രകാരമുള്ള മാർഗനിർദ്ദേശങ്ങൾ ചെയ്യാൻ അവർ ജോണിനോടും പീറ്ററിനോടും നിർദ്ദേശിക്കുന്നു. ഈ നടപടിക്രമങ്ങൾ അവസാനിച്ചപ്പോൾ എന്തെന്നില്ലാത്ത ഒരു ശാന്തത അവിടെ അനുഭവപ്പെട്ടു. പാരാനോർമൽ ഇൻവെസ്റ്റിഗേറ്റർമാർ ചില മാർഗനിർദ്ദേശങ്ങൾ ഹൗസ് ഓണർക്ക് നൽകിയിരുന്നു. എന്നെങ്കിലും ആ വൃദ്ധൻ്റെ പേരക്കുട്ടി വരികയാണെങ്കിൽ ഈ സ്വത്തെല്ലാം ആ കുട്ടിയെ തിരിച്ചേൽപ്പിക്കണം എന്നായിരുന്നു അത് ഹൗസ് ഓണർക്ക് പൂർണ്ണ സമ്മതമായിരുന്നു. തലേ ദിവസം വരെ ഒരു ഭീകര പ്രേതാലയമായിരുന്ന ആ വീട് മറ്റെല്ലാ വീടുകളെയും പോലെ ശാന്തതയോടെ നിലകൊള്ളുന്നു. ഈ വീഡിയോ ഇവിടെ അവസാനിക്കുന്നു. ഈ സ്റ്റോറി നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സഹായിക്കുക. പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം.